ആളുകൾക്ക് ഉപദേശം അത്ര ഇഷ്ടമല്ല. ഇൻ കേസ് നിങ്ങളോട് അത്രയും ക്ലോസ് ആയ ഒരു വ്യക്തി അവരുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തിയാണല്ലോ, നിങ്ങൾ അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ നൽകി തിരിച്ചയച്ചു എന്ന് വിചാരിക്കുക. ഈ വ്യക്തി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്യാൻ പോണില്ല. നമുക്ക് കാര്യപ്രാപ്തി കുറവാണ് എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് ഇഷ്ടമല്ല, അല്ലെ? സോ നിങ്ങൾ ഉപദേശം നൽകുമ്പോഴും അവർക്ക് ഈ ഒരു ഫീലാണ് അവർക്ക് ലഭിക്കുന്നുണ്ടാവുക. അവരുടെ സെൽഫ് വർത്ത് കുറഞ്ഞ പോലെ അവർക്ക് തോന്നും. അതുകൊണ്ടാണ് അവർ ഈ ഉപദേശങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അടുപ്പുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് അവർക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നാണെങ്കിൽ അവരിലെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകണം ആ സംഭാഷണം ആരംഭിക്കാൻ. അവരിലെ പേഷ്യൻസിനെ നിങ്ങൾക്ക് പരാമർശിക്കാം, അവരിലെ ഡിസിപ്ലിൻ, സെൽഫ് കോൺഫിഡൻസ്. ഇത്തരത്തിൽ പോസിറ്റീവായാണ് നിങ്ങൾ ആ സംഭാഷണം ആരംഭിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഫീല് തോന്നും, എന്നെ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന്. അതിനുശേഷം നിങ്ങൾക്ക് സൂചിപ്പിക്കാം, ഈ ഒരു വീക്ക്നെസ് കൂടി നിങ്ങൾക്ക് മറികടക്കാനായാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം കൂടി നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയാൽ നിങ്ങൾ ഒന്നുകൂടി എഫക്റ്റീവ് ആകും, വേറെ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. സോ ഇത്തരത്തിൽ അവർ വിജയിച്ച് കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് അവർക്ക് മനസ്സിലായാൽ നിങ്ങൾ പറയുന്നത് അവർ കേൾക്കും. കാരണം ആളുകൾക്ക് ഉപദേശത്തെക്കാൾ പ്രചോദനമാണ് ഇഷ്ടം.